ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റ് ഏതൊക്കെയാണ് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ പ്രോപ്പർട്ടീസ് ഓഫ് എൻവിറോൺമെൻറ്റ് കൂടെ വിളിക്കാം. വിവിധ തരം എൻവിറോൺമെൻറ്റുകളുടെ പ്രോപ്പർട്ടീസ്, ആ രീതിയിലും ഈ ഒരു കാര്യം അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റിൻ്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉള്ള ഒന്നാണ് ഫുള്ളി ഒബ്സർവബിൾ വേഴ്സസ് പാർഷ്യലി ഒബ്സർവബിൾ. രണ്ടാമത്തത് ഡിറ്റർമിനിസ്റ്റിക് വേഴ്സസ് സ്റ്റൊക്കാസ്റ്റിക്. തേർഡ് വൺ സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്. ഫോർത്ത് വൺ discrete versus continuous. Fifth one episodic versus sequential. Next single agent versus multi-agent. And finally known versus unknown environment. ഇത്രയും ടൈപ്പ് ഓഫ് എൻവിറോൺമെൻറ്റുകളാണ് നമുക്കുള്ളത്. ഇപ്പം എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാനുള്ള പ്രാധാന്യം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഓരോന്നിലേക്കും കടക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏജൻറ്റിൻ്റെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതിൽ ആ ഏജൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന എൻവിറോൺമെൻറ്റിന് കാര്യമായ പങ്കുണ്ട്. ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റിൻ്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ കോംപ്ലക്സിറ്റിയിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം എൻവിറോൺമെൻറ്റുകളുടെ നാച്ചർ നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഏജൻറ്റുകളെ ഡിസൈൻ ചെയ്യുന്നതിൽ സഹായിക്കും. അതാണ് ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റിൻ്റെ നേച്ചർ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അവ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഏജൻറ്റുകളെ ഡിസൈൻ ചെയ്യുന്നതിൽ നമുക്കത് സഹായിക്കും. അപ്പോൾ ഏജൻറ്റിൻ്റെ ഡിസൈൻ എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള എൻവിറോൺമെൻറ്റുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സവിശേഷതകളുള്ള എൻവിറോൺമെൻറ്റുകളാണ് ഉണ്ടാവാൻ നോക്കാം. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ആ ഡിഫറെൻറ്റ് സവിശേഷതകൾ എൻവിറോൺമെൻറ്റൽ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ ടൈപ്പ് ഓഫ് എൻവിറോൺമെൻറ്റിലേക്ക് നമ്മൾ പോവാണ്. ആദ്യത്തെ ടൈപ്പിൻ്റെ പേരാണ് ഫുള്ളി ഒബ്സർവബിൾ വേഴ്സസ് പാർഷ്യലി ഒബ്സർവബിൾ എൻവിറോൺമെൻറ്റ്. ഫുള്ളി ഒബ്സർവബിൾ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ ഏജന്റ് ഹാസ് ആക്സസ് ടു ദി കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് എൻവിറോൺമെൻറ്റ്. അതായത് ഇവിടെ ഫുള്ളി ഒബ്സർവബിൾ എൻവിറോൺമെൻറ്റിൻ്റെ കേസിൽ ഏജൻറ്റിന് ആ ഏജൻറ്റ് നിലനിൽക്കുന്ന ചുറ്റുപാടിലെ എല്ലാ സ്റ്റേറ്റിലേക്കും ആക്സസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഏജൻറ്റിന് ഏത് പെർട്ടിക്കുലർ സമയത്തും താൻ ഉൾക്കൊള്ളുന്ന എൻവിറോൺമെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഏജൻറ്റിന് ഒരു ഹിഡൻ ഇൻഫർമേഷൻ്റെയും സഹായമില്ലാതെ ഇവിടെ തീരുമാനം എടുക്കാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞത്, ഏജന്റ് ഹാസ് ആക്സസ് ടു ദ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ദി എൻവിറോൺമെൻറ്റ്. ഏജന്റിന് എന്തുണ്ട്? എൻവിറോൺമെൻറ്റിലെ എല്ലാ സ്റ്റേറ്റിലേക്കും ആക്സസ് ഉണ്ട്. എല്ലാ എൻവിറോൺമെൻറ്റ് സ്ഥിതികളിലേക്കും ഏജന്റിന് ആക്സസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫുള്ളി ഒബ്സർവബിൾ എൻവിറോൺമെൻറ്റിൽ കിടക്കുന്ന ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഏജന്റിന് അതിൽ തനിക്ക് ലഭ്യമായ എല്ലാ ഡാറ്റയും വെച്ചുകൊണ്ട് ഇവിടെ ഒരു ഏജന്റിന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. അതിന് കോൺഫിഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. കാരണം എന്താണ്, എൻവിറോൺമെൻറ്റ് നാച്ചർ എന്താണ്, ഇറ്റ്സ് ഫുള്ളി ഒബ്സർവബിൾ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫുള്ളി ഒബ്സർവബിൾ ആയിട്ടുള്ള
എൻവറോൺമെന്റിന്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യമൊക്കെ പരിചയപ്പെട്ട ഈ ചെസ് ആണ്. ഓക്കെ, ഇവിടെ കൊടുത്തത് ചെസ്സിന്റെ അകത്ത് എന്താ പറയുന്നത്, ഏജന്റ് ക്യാൻ സീ ഓൾ ദി പീസസ് ഓൺ ദി ബോർഡ്. അതായത് ഒരു ഏജന്റിന് അത് നിലകൊള്ളുന്ന, അതായത് എൻവറോൺമെന്റ് എന്ന് പറയുന്ന ഒരു ചെസ് ബോർഡ് ഒരു എൻവറോൺമെന്റ് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ പീസസും അതിനെന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതാ പറഞ്ഞ എല്ലാ സ്റ്റേറ്റിലേക്കും അവിടെ ഏജന്റിന് എന്തുണ്ട്, ഒരു ആക്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ എക്സാമ്പിളും ഇങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പറയാം. അപ്പം ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ചെസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഫുള്ളി ഒബ്സർവബിൾ എൻവറോൺമെന്റിന്റെ എക്സാമ്പിൾ ആണ് ചെക്കേഴ്സ് ഗെയിം. ചെക്കേഴ്സ് ഗെയിം എന്ന് പറയുന്നത് മറ്റൊരു ഫുള്ളി ഒബ്സർവബിൾ എൻവറോൺമെന്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളെ എല്ലാ പ്ലെയേഴ്സും എന്ത് ചെയ്യും, എൻ്റയർ ഗെയിമിന്റെ സ്റ്റേറ്റ് ഈ ഗെയിമിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും എന്താണ്, ഒരു ഫുള്ളി ഒബ്സർവബിൾ എൻവറോൺമെന്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ പാർഷ്യലി ഒബ്സർവബിൾ എൻവറോൺമെന്റ് എന്ന് പറയുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, സം ഇൻഫർമേഷൻ ഈസ് ഹിഡൻ ഓർ നോയ്സി എന്നാണ് കേട്ടോ, നോയ്സി. സം ഇൻഫർമേഷൻ ഈസ് ഹിഡൻ ഓർ നോയ്സി. അവിടെ സ്പെല്ലിംഗ് മിസ്സിംഗ് ഉണ്ട്. സം ഇൻഫർമേഷൻ ഈസ് ഹിഡൻ ഓർ നോയ്സി എന്ന് വേണം വായിക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഏജന്റിന് തൻ്റെ എൻവറോൺമെന്റിലെ പാർഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അതായത് എൻവറോൺമെന്റിലെ ചില ഇൻഫർമേഷൻസ് ഹിഡനോ അല്ലെങ്കിൽ നോയ്സിയോ ആയിരിക്കാം. ഇങ്ങനെ ഒരു പ്രത്യേകത ഇത്തരം എൻവറോൺമെന്റുകളിന് ഉള്ളത് കൊണ്ട് നമ്മളെ ഏജന്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ചില പോരായ്മകൾ ഉണ്ടായേക്കാം. കാരണം സം ഇൻഫർമേഷൻ ഈസ് ഹിഡൻ, അപ്പോൾ അത് എടുക്കുന്ന ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതൊരു തീരുമാനം എടുക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള എൻവറോൺമെന്റുകളിൽ നമ്മളെ ഏജന്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പോരായ്മ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക, റോബോട്ടിക് നാവിഗേഷൻ വിത്ത് ലിമിറ്റഡ് സെൻസേഴ്സ്. അവിടെ ഒരു ലിമിറ്റഡ് സെൻസർ വെച്ചുകൊണ്ട് നാവിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം സം ഇൻഫർമേഷൻസ് ആർ ഹിഡൻ. അതുകൊണ്ട് ആ ഒരു ഏജന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ എന്തുണ്ടാവാം, ചില പോരായ്മകൾ ഉണ്ടായേക്കാം. ഇനി അതേപോലെ തന്നെയുള്ള മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ പോക്കർ ഗെയിം എന്ന് പറയുന്നത്. പോക്കർ ഗെയിം, ഇതിൻ്റെ അകത്തുള്ള പ്ലെയേഴ്സിന് മറ്റുള്ളവരുടെ കാർഡ് കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ഗെയിം പാർഷ്യലി ഒബ്സർവബിൾ എൻവറോൺമെന്റ് എക്സാമ്പിളാന്ന് പറയും. പോക്കർ ഗെയിമിൻ്റെ അകത്ത് കുറേ പ്ലെയേഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഓപ്പണന്റ് പ്ലെയേഴ്സിന്റെ കാർഡ് നമ്മളെ പ്ലെയറിന് കാണാൻ പറ്റില്ല അല്ലേ. അപ്പം നമ്മളൊരു ഏജന്റാണ് ഇവിടെ ഉള്ളതെങ്കിൽ അപ്പോൾ ഏജന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റ് പ്ലെയേഴ്സിന്റെ കാർഡ് കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു എൻവറോൺമെന്റ് എന്ന് പറയുന്നത് എന്ത് തരം എൻവറോൺമെന്റിന്റെ എക്സാമ്പിളാ, ഒരു പാർഷ്യലി ഒബ്സർവബിൾ എൻവറോൺമെന്റിന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് മെയ്സ് നാവിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളെ ഏജന്റിന് അതിനെക്കുറിച്ചുള്ള ഫുൾ ലേഔട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ പാർഷ്യലി ഒബ്സർവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിംപ്ലി അതിൻ്റെ എൻവറോൺമെന്റിലെ പാർഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമേ അറിയാൻ പറ്റൂ. പാർഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമേ ഏജന്റിന് അറിയാവൂ. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് എൻവറോൺമെന്റ്, ഫുള്ളി ഒബ്സർവബിളും അതേപോലെ പാർഷ്യലി ഒബ്സർവബിളും. നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എൻവറോൺമെന്റിലേക്ക് പോവാം. രണ്ടാമത്തേതാണ് ഡിറ്റർമിനിസ്റ്റിക് വേഴ്സസ് സ്റ്റോക്കാസ്റ്റിക് എൻവറോൺമെന്റ്.
അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഡിറ്റർമിനിസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് നോക്കാം. ഡിറ്റർമിനിസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെയാണ് ഡിറ്റർമിനിസ്റ്റിക്, ഡിറ്റർമൈൻഡ് അല്ലേ. അപ്പോൾ ഒരു എൻവയോൺമെന്റിന്റെ അകത്ത് നടക്കുന്ന ഏത് ആക്ഷൻ്റെയും കൃത്യമായിട്ടുള്ള ഔട്ട്കം ഏജന്റിന് പ്രഡിക്റ്റബിൾ ആണെങ്കിൽ അത്തരം എൻവയോൺമെന്റ് നമുക്ക് എന്ത് പറയാം, ഡിറ്റർമിനിസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയാം. അതവിടെ പറഞ്ഞത് ദ ഔട്ട്കം ഓഫ് ആക്ഷൻ ഈസ് പ്രഡിക്റ്റബിൾ. അപ്പോൾ ഒരു എൻവയോൺമെന്റിൽ നടക്കുന്ന ഏത് ആക്ഷൻ്റെയും, ഒരു ഏജന്റ് ചെയ്യുന്ന ഏത് ആക്ഷൻ്റെയും കൃത്യമായിട്ടൊരു ഔട്ട്കം ഏജന്റിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത്തരം എൻവയോൺമെന്റിനെ നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയാം. അതായത് ആക്ഷൻ അതിന്റെ എന്താണ് ഔട്ട്കം ഡിറ്റർമൈൻഡ് ആണ്. ഇവിടെ എല്ലാ ആക്ഷന്റെയും ഔട്ട്കം ഏജന്റിന് അറിയാവുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ഏജന്റിന് കൃത്യമായ പ്ലാൻസും സ്ട്രാറ്റജീസും അതിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിനുള്ളൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോൾവിങ് എ മാത്സ് പ്രോബ്ലം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ചെസ്സിന്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെയും പറയാം കേട്ടോ. ചെസ്സിന്റെ എക്സാമ്പിൾ നമ്മൾ പല ടൈപ്പ് ഓഫ് എൻവയോൺമെന്റിലും ചെസ് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ചെസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്തുകൊണ്ടാണ് ചെസ് എക്സാമ്പിൾ ആവുന്നത്? ചെസ്സിന്റെ അകത്തുള്ള എല്ലാ മൂവ്മെന്റും ഏജന്റിനെ സംബന്ധിച്ചോളം ഇറ്റ്സ് നോൺ ടു ദി ഏജന്റ്. അതേപോലെ ഇതിന്റെ ഔട്ട്കം എന്താണ്, പ്രഡിക്റ്റബിൾ ആണ്. ഓരോ മൂവിലും ഉണ്ടാവേക്കുന്ന ഔട്ട്കം എന്താണ്, പ്രഡിക്റ്റബിൾ ആണ്. അതായത് ഒരു പീസ് മൂവ് ചെയ്താൽ എപ്പോഴും ആ പീസ് മറ്റൊരു സ്ക്വയറിലായിരിക്കും എത്തുക. അപ്പോൾ നമുക്ക് ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം പ്രഡിക്റ്റബിൾ ആണ്. അത്തരം എൻവയോൺമെന്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറ്റർമിനിസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് ടിക് ടാക് ടോയ് ഗെയിം. ടിക് ടാക് ടോയ് ഗെയിം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു നമ്മൾ സോസ് ഒക്കെ കളിക്കാറില്ല, അപ്പൊ അതേപോലെ തന്നെയുള്ള ഒരു ഗെയിമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓരോ പ്ലെയറിന്റെയും മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ടിലേക്ക് നമുക്ക് കൃത്യമായി എത്തിക്കും. ഇതും എന്താണ്, ഓരോ മൂവും നമുക്ക് ഡിറ്റർമൈൻഡ് ആണ്. ഇന്നേ മൂവ് ചെയ്താൽ ഇന്നേ തരത്തിലുള്ള ഒരു ഔട്ട്കം ഉണ്ടാവും എന്ന് നമുക്ക് ഇവിടെയും ഈ ഒരു ഗെയിമിന്റെ അകത്തും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്ന എക്സാമ്പിളുകൾ മാത്സ് പ്രോബ്ലം സോൾവിങ്, അതേപോലെ ചെസ്, അതേപോലെ ടിക് ടാക് ടോയ് ഗെയിം എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ആക്ഷന്റെ ഔട്ട്കം എന്താണ്, പ്രഡിക്റ്റബിൾ ആണെങ്കിൽ ഔട്ട്കം ഡിറ്റർമൈൻഡ് ആണ്. വി നോ ഓൾറെഡി നമുക്ക് ഒരു കാര്യം ചെയ്താൽ ഇന്നേ സംഭവം, ഇന്നേ ആക്ഷൻ ചെയ്താൽ ഇന്നേ ഔട്ട്കം ഉണ്ടാവുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം എൻവയോൺമെന്റിനെ ഡിറ്റർമിനിസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ടൈപ്പാണ് സ്റ്റൊക്കാസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്റ്റൊക്കാസ്റ്റിക് എൻവയോൺമെന്റ്? ഡിറ്റർമിനിസ്റ്റിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ആണ് എന്താണ് സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പെർട്ടിക്കുലർ ആക്ഷന്റെ ഔട്ട്കത്തിൽ റാൻഡംനെസ് ഉണ്ടാവാം. അതവിടെ കൊടുത്തത് ഔട്ട്കം ഇൻവോൾവ്സ് റാൻഡംനെസ്. ഇവിടെ ഒരു ഏജന്റിന്റെ ആക്ഷന്റെ ഔട്ട്കം എന്താവുമെന്ന് നമ്മളെ ഏജന്റിന് പൂർണ്ണമായിട്ടും പ്രവചിക്കാൻ പറ്റില്ല. ഏജന്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ നമ്മൾ ഒരു ഏജന്റിനെ എടുക്കുകയാണ്. അപ്പൊ ഏജന്റ് ചെയ്യുന്ന ആക്ഷന്റെ ഔട്ട്കം എന്താവുമെന്ന് നമ്മളെ ഏജന്റിന് പൂർണ്ണമായിട്ടും പ്രവചിക്കാൻ ഇവിടെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഏജന്റ് ഇവിടെ അൺസർട്ടനിറ്റിയും റാൻഡംനെസ്സും ഒക്കെ ഇവിടെ ഡീൽ ചെയ്യേണ്ടത് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഔട്ട്കത്തിലൊരു റാൻഡംനെസ് വരുന്നത് കൊണ്ട് തന്നെ ആ ഏജന്റ് ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു എൻവയോൺമെന്റിലെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ കിടക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അഡാപ്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എടുക്കേണ്ടി വരും. അവിടെ എടുക്കുന്ന സ്ട്രാറ്റജീസ് എന്തായിരിക്കും, അഡാപ്റ്റീവ് ആവാം.
അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ആയിരിക്കും അവിടെ ഏജന്റ് സാധാരണ ഫോളോ ചെയ്യുക. അതേപോലെ നമുക്കറിയാം ഔട്ട്കം എന്താണെന്ന് റാൻഡം ഔട്ട്കം ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും ഏജന്റ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റൊക്കാസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലേയിങ് പോക്കർ ഗെയിം കളിക്കുന്നത് എക്സാമ്പിളായിട്ട് പറയാം. അതേപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് റാൻഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. ഇപ്പം നമ്മളൊരു ഡൈസ് അല്ലേ, നമ്മൾ ഡൈസ് എന്ത് ചെയ്യുന്നു, റോൾ ചെയ്യുന്നു. ഡൈസ് എന്ന് പറയുന്ന സാധനം നമ്മൾ റോൾ ചെയ്യാണ്. അപ്പോൾ ഡൈസ് റോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, അത് ഔട്ട്കത്തിൽ റാൻഡംനെസ് ഉണ്ട് അല്ലേ. അത് 1 വരാനും 2 വരാനും 3 ഇതാവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഡൈസ് റോൾ ചെയ്യുന്ന ഒരു നല്ലൊരു ക്ലാസിക് എക്സാമ്പിളാണ്, സ്റ്റൊക്കാസ്റ്റിക് എൻവയോൺമെൻറ്റിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഡൈസ് റോളിംഗ് എന്ന് പറയുന്നത്. അതുപോലെ വെതറിൻ്റെ ഫോർകാസ്റ്റിങ്, അതേപോലെ സെൽഫ് ഡ്രൈവിംഗ് കാർ, നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിൻ്റെ അകത്തൊക്കെ സെൽഫ് ഡ്രൈവിംഗ് കാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറും നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സാമ്പിളായിട്ട് പറയാം. സെൽഫ് ഡ്രൈവിംഗ് കാർ എങ്ങനെയാണ് സെൽഫ് ഡ്രൈവിംഗ് കാർ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് മാറുന്നത്? ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ കേസിൽ മറ്റ് ഡ്രൈവർമാരുടെ ആക്ഷൻസ് ഒക്കെ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മുടെ കാർ ഒരു സെൽഫ് ഡ്രൈവിംഗ് ഏജന്റ് ഉള്ള ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറാണ് നമ്മൾ ഏജന്റായിട്ട് കൺസിഡർ ചെയ്യുമെങ്കിൽ ആ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ആ മറ്റു റോഡിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മറ്റ് ഡ്രൈവർമാരുടെ ആക്ഷൻസ് ഒക്കെ നമ്മൾ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അൺപ്രഡിക്റ്റബിൾ ആണ്. ഇനി അതേപോലെ തന്നെയുള്ള മറ്റൊരു സ്റ്റൊക്കാസ്റ്റിക് എൻവയോൺമെന്റിന്റെ എക്സാമ്പിളാണ് റിയൽ ടൈം സ്ട്രാറ്റജി ഗെയിം. റിയൽ ടൈം സ്ട്രാറ്റജി ഗെയിംസുകൾ. റിയൽ ടൈം സ്ട്രാറ്റജി ഗെയിംസുകൾ സ്റ്റൊക്കാസ്റ്റിക് എൻവയോൺമെന്റിന്റെ എക്സാമ്പിളാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു റാൻഡം ഇവന്റ് ഗെയിമിന്റെ സ്റ്റേറ്റിനെ എന്താക്കാം, എഫക്റ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് അത് ഒരു അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ഔട്ട്കം എന്തായി മാറാം, അൺസേർട്ടൈൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ് സ്റ്റൊക്കാസ്റ്റിക്. ഡിറ്റർമിനിസ്റ്റിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഡിറ്റർമിനിസ്റ്റിക്കിൻ്റെ അകത്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ആക്ഷൻ്റെ ഔട്ട്കം നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷെ സ്റ്റൊക്കാസ്റ്റിക്കിൻ്റെ അകത്ത് നമുക്കൊരു പെർട്ടിക്കുലർ ആക്ഷൻ്റെ ഔട്ട്കം നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഡൈസ് റോൾ. ഇപ്പോൾ ഡൈസ് റോൾ ഓർത്ത് വെച്ചുകൊണ്ട് ഡൈസ് റോളുമായിട്ട് നമുക്ക് എന്ത് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ ഡൈസ് റോളുമായിട്ട് മാപ്പ് ചെയ്തിട്ട് സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറയുന്ന ഐഡിയ നമുക്ക് മൈൻഡിൽ മാപ്പ് ചെയ്ത് ഓർത്ത് വെക്കാം അല്ലേ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടൈപ്പാണ് സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് എൻവയോൺമെന്റ്. അതിൻ്റെ അകത്ത് എന്താണ് സ്റ്റാറ്റിക് എൻവയോൺമെന്റ് നമുക്ക് ആദ്യം നോക്കാം. സ്റ്റാറ്റിക് പേര് തന്നെ ഉണ്ട് അല്ലെ. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ചേഞ്ച് ഇല്ലാത്തത് എന്നൊരു മീനിങ് ആണ് അല്ലെ. അപ്പൊ എൻവയോൺമെന്റ് സ്റ്റാറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവിടെ കൊടുത്തിട്ടുണ്ട്, ദ എൻവയോൺമെന്റ് ഡസ് നോട്ട് ചേഞ്ച് വൈൽ ദി ഏജന്റ് ഈസ് തിങ്കിങ്. ഏജന്റ് ചിന്തിക്കുന്ന സമയത്ത് ഒരു ആക്ഷൻ ചെയ്തപ്പോൾ ഷുഡ് തിങ്ക് അല്ലെ. അപ്പൊ അത് ചിന്തിക്കുന്ന സമയത്ത് എന്ത് മാറ്റം വരില്ല, അതിന്റെ എൻവയോൺമെന്റിൽ മാറ്റം വരില്ല. ഇതാണ് ഇവിടെ കൊടുത്തത് അല്ലെ. അതായത് സ്റ്റാറ്റിക് എൻവയോൺമെന്റിൽ ഏജന്റ് ചിന്തിക്കുമ്പോൾ അതിൻ്റെ എൻവയോൺമെന്റിൽ മാറ്റം ഉണ്ടാവില്ല. ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഏജന്റ് ഒരു ആക്ഷൻ ചെയ്യാത്തിടത്തോളം എൻവയോൺമെന്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് സ്ഥിതിയിൽ മാറ്റമില്ലാതെ തുടരും എന്ന് വേണമെങ്കിലും പറയാം. രണ്ടും സെയിം ഐഡിയ ആണ് അല്ലേ. അതും പറഞ്ഞാൽ എന്താ, ദ എൻവയോൺമെന്റ് ഡു നോട്ട് ചേഞ്ച് വൈൽ ഏജന്റ് ഈസ് തിങ്കിങ്. ഏജന്റ് ചിന്തിക്കുന്ന സമയത്ത് എൻവയോൺമെന്റ് മാറില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ പറയാം അതിനാ, ഒരു ഏജന്റ് ഒരു ആക്ഷൻ ചെയ്യാത്തിടത്ത കാലത്തോളം എൻവയോൺമെന്റ് സ്റ്റേറ്റിൽ മാറ്റം ഉണ്ടാവില്ല. ഇനി ഏജന്റ് അപ്പം എപ്പോഴാണ് മാറ്റം ഉണ്ടാവുക? മാറ്റം ഉണ്ടാവുക ഏജന്റിന്റെ ആക്ഷനിലൂടെ അല്ലെ ഏജന്റിന്റെ പ്രവൃത്തിയിലൂടെ മാത്രമായിരിക്കും ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പൊ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഏജന്റിന്റെ പ്രവർത്തനത്തിലൂടെ മാത്രമായിരിക്കും
എവിടെ? സ്റ്റാറ്റിക് എൻവറോൺമെന്റ് അകത്ത്. ഇപ്പൊ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സ്റ്റാറ്റിക് ആകുന്നത്? ഏജന്റ് ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഏജന്റ് ഒരു ആക്ഷൻ ചെയ്യാത്ത സമയത്ത് എൻവറോൺമെന്റ്. ഒരു ആക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ മാറ്റം വരാം, ഓക്കെ. പക്ഷെ ആക്ഷൻ ചെയ്യാത്ത സമയത്ത് എൻവറോൺമെന്റ് സ്റ്റാറ്റിക് ആണ്. അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യാത്ത സമയം എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യുന്ന സമയമായിരിക്കും അല്ലെ. തിങ്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? എൻവറോൺമെന്റ് സ്റ്റാറ്റിക് ആണ്. ഇപ്പൊ സ്റ്റാറ്റിക് എൻവറോൺമെന്റിൽ ഏജന്റ് അതിന്റെ പദ്ധതി, ഇപ്പൊ ഒരു പ്രോബ്ലം സോൾവിംഗ് ആണ്, അതിന്റെ സോൾവ് ചെയ്യാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാനും തീരുമാനിക്കലും എളുപ്പമാവുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന്റെ പരിസ്ഥിതി അല്ല, അതിന്റെ എൻവറോൺമെന്റ് എന്ന് പറയുന്നത് നിശ്ചലമാണ്, സ്റ്റാറ്റിക് ആണ്, അത് സ്വമേധയാ മാറില്ല. അതാർക്കറിയാം? ഏജന്റിനറിയാം. ഏജന്റ് കൃത്യമായിട്ട് അത് നിലകൊള്ളുന്ന എൻവറോൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ പരിസ്ഥിതി എന്താണ്? സ്റ്റാറ്റിക് ആണ്, അത് സ്വമേധയാ മാറില്ല എന്ന് ഏജന്റിന് അറിയാവുന്നത് കൊണ്ട് ഏജന്റിന് കൃത്യമായിട്ട് പദ്ധതിയൊക്കെ, അതിന്റെ പ്രോബ്ലം സോൾവിങ് പദ്ധതിയൊക്കെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ആസൂത്രണം ചെയ്യാനും തീരുമാനം എടുക്കാനൊക്കെ എളുപ്പമാണ്. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ട് ഒന്ന് ക്രോസ് വേർഡ് പസിൽ, നമ്മളൊക്കെ കളിക്കുന്ന ഗെയിമാണ് ക്രോസ് വേർഡ് പസിൽ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ നമുക്ക് ഇവിടെയും നമ്മൾ ചെസ് ബോർഡ് വേണമെങ്കിൽ പറയാം കേട്ടോ. ചെസ് ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ചെസ് ബോർഡ് എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ചെസ് ബോർഡിന്റെ കേസിൽ എങ്ങനെ അത് സ്റ്റാറ്റിക് ആവുമെന്ന് നോക്കാം. ഇപ്പൊ ചെസ് ബോർഡിന്റെ കേസിൽ കളിക്കാരൻ നീക്കമെടുക്കുമ്പോഴാണ് കളി മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല അല്ലേ. കളിക്കാരൻ ഒരു നീക്കം എടുക്കുമ്പോൾ മാത്രമേ കളി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല അല്ലേ. അപ്പം നീക്കം എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. ആ ആക്ഷൻ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എൻവറോൺമെന്റിൽ മാറ്റം വരുന്നത്. അല്ലാതെ അത് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യുന്ന മുമ്പേ ആ കളിക്കാരൻ ചിന്തിക്കുന്ന സമയത്ത് അവിടെ മാറ്റം വരുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞ ഐഡിയയും. അപ്പൊ കളിക്കാരൻ നീക്കം എടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കളി മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ചേഞ്ചും ഇല്ല, അല്ലെങ്കിൽ അത് സ്റ്റാറ്റിക് ആണ്, ആ എൻവറോൺമെന്റ് സ്റ്റാറ്റിക് ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സുഡോക്കോ എന്ന് പറയുന്നത്. സുഡോക്കോ കളിച്ച് നിങ്ങളൊക്കെ കളിക്കാറുണ്ടാവും അല്ലേ. നമ്മളെ പേപ്പറിൻ്റെ അകത്തൊക്കെ കുറച്ച് മുന്നേ മാതൃഭൂമി പേപ്പറിൻ്റെ അകത്തൊക്കെ അവിടെ സുഡോക്കോന്റെ ഗെയിംസ് ഒക്കെ പേപ്പറിൻ്റെ അകത്ത് വരാറുണ്ട്. നമുക്ക് പെന്നൊക്കെ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ സുഡോക്കിൻ്റെ അകത്ത് എന്താണ്? അതിൻ്റെ അകത്ത് ഒരു പസിൽ ഗ്രിഡാണ് ഉണ്ടാവുക അല്ലേ. അതിൻ്റെ അകത്ത് നമുക്കറിയാം പസിലിൻ്റെ ഗ്രിഡാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഗ്രിഡിൻ്റെ അകത്ത് നമ്മൾ നമ്പേഴ്സ് ഫിൽ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഈ പസിൽ ഗ്രിഡ് നമ്മളെ പ്ലെയർ സൊല്യൂഷന് വേണ്ടിയിട്ട് അയാൾ ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സൊല്യൂഷനുള്ള അയാൾ വർക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? പസിൽ ഗ്രിഡ് വിൽ ബി റിമൈൻഡ് അൺചേഞ്ച്ഡ്. അപ്പോൾ സുഡോക്കോ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ എന്താക്കി പറയാം? എക്സാമ്പിൾ ആയിട്ട് പറയാം. വേറെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഐഡിയ ആണ് ഡൈനാമിക്. നമ്മളിപ്പം ഇതുവരെ പറഞ്ഞൊക്കെ ടൈപ്പുകൾ നോക്കിയേ, സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്, ഡിറ്റർമിനിസ്റ്റിക് വേഴ്സസ്, അതിന് ഇത് നമ്മളിപ്പം ഓപ്പോസിറ്റ് ഐഡിയാസ് ആണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. അപ്പം സ്റ്റാറ്റിക് എൻവറോൺമെന്റ് നമ്മൾ പറഞ്ഞെങ്കിൽ ഡൈനാമിക് എൻവറോൺമെന്റ് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. സ്റ്റാറ്റിക്കിന്റെ നേരെ നെഗേഷൻ ഐഡിയ ആയിരിക്കും ഡൈനാമിക് എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരിക അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്ത എന്താ? ദ എൻവറോൺമെന്റ് ചേഞ്ചസ് ഓവർ ടൈം ഓർ ഡ്യൂറിങ് ദി ആക്ഷൻ പ്ലാനിങ്. അതായത് ഏജന്റ് ആക്ഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ശ്രദ്ധിക്കണം, ഏത് സമയത്താ? ഏജന്റ് ആക്ഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ആക്ഷൻ ചെയ്യുമ്പോൾ അയാൾ ആക്ഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അപ്പൊ ഓവർ ടൈം, സമയം തോറും. അപ്പം ഏജന്റ് ആക്ഷൻ ചെയ്യുന്ന സമയത്തോ ഏജന്റ് ആക്ഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സമയം തോറുമോ എൻവറോൺമെന്റിൽ എന്ത് സംഭവിക്കും? മാറ്റം സംഭവിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഏജന്റ് ആക്ഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സമയം തോറും എൻവറോൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇവിടെ ഏജന്റിന്റെ ആക്ഷന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എൻവറോൺമെന്റിൽ മാറ്റം വരുന്നത് അല്ലെ. ഏജന്റിന്റെ ആക്ഷനുമായിട്ടൊരു റിലേഷൻ അവിടെ ഇല്ല, ആക്ഷനുമായിട്ട് റിലേഷൻ ഇല്ല. ശ്രദ്ധിക്കണേ, ആക്ഷനുമായിട്ട് റിലേറ്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏജന്റിന്റെ ആക്ഷനുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എൻവറോൺമെന്റ് മാറുന്നത്. അപ്പോൾ ഇവിടെ ഏജന്റിന്റെ
ആക്ഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻവറോൺമെൻറ്റ് മാറാം. അപ്പം അതുകൊണ്ട് ഏജൻറ്റിന് ഇത്തരം മാറ്റങ്ങൾക്ക് അനുയോജ്യമായി ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആസൂത്രണത്തിൽ, അതിൻ്റെ പ്ലാനിങ്ങിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അല്ലേ. ഏജൻറ്റ് നമ്മൾ എന്തായിരിക്കും, ഒരു പ്രോബ്ലം സോൾവ് ആയിരിക്കും ഏജൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശമുള്ള ഏജൻറ്റ് എൻവറോൺമെൻറ്റ് അതിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താവുകയാണ്, ഇങ്ങനെ മാറുകയാണ് അല്ലേ. അപ്പം മാറുന്ന സമയത്ത് എന്തായിരിക്കും ഏജൻറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആസൂത്രണത്തിൽ അതിനെന്ത് ചെയ്യേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പം അതുകൊണ്ട് എൻവറോൺമെൻറ്റ് ഇങ്ങനെ മാറാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ഏജൻറ്റ് വളരെ ജാഗ്രതയോടെ നിൽക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ഒരു ഏജൻറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഏജൻറ്റ് എപ്പം ഓൾവേസ് ഷുഡ് ബി അതെന്തായിരിക്കണം, അവെയർ ആയിരിക്കണം, ജാഗ്രത ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പം സ്ഥിരമായ ജാഗ്രത ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എൻവറോൺമെൻ്റ് ആണ് ഈ ഡൈനാമിക് എൻവറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്തുള്ള എന്താണ്, ഇപ്പം ഇങ്ങനെയുള്ള എന്താണ് തുടർച്ചയായിട്ട് ഏജൻറ്റിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുടർച്ചയായിട്ട് നമ്മൾ എൻവറോൺമെൻറ്റ് ഏജൻറ്റ് മോണിറ്റർ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി ഇവിടെ കൂടുതൽ. അതിങ്ങനെ എന്ത് ചെയ്യണം, തുടർച്ചയായിട്ട് എൻവറോൺമെൻറ്റ് മോണിറ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ അത് തീരുമാനം എടുക്കണം അല്ലേ, തീരുമാനങ്ങളിൽ ആക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ തുടർച്ചയായിട്ട് എൻവറോൺമെൻറ്റ് ഏജൻറ്റ് മോണിറ്ററിങ് ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ ഡിസിഷൻ എടുക്കുന്നതിലൂടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി അവിടെ ഒന്നുകൂടെ കൂടുതലായിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയൽ ടൈം സ്ട്രാറ്റജി ഗെയിംസ് അല്ലെ. റിയൽ ടൈം സ്ട്രാറ്റജി എടുത്തിട്ട് അന്നേരം മാറിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പോൾ റിയൽ ടൈം സ്ട്രാറ്റജി ഗെയിം എന്ന് പറയുന്നത് ഡൈനാമിക് എൻവറോൺമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മറ്റൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ട്രാഫിക് കാറൊക്കെ പറയാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ ട്രാഫിക് റോബോട്ടിക് കാറ് എക്സാമ്പിളായിട്ട് പറയാം. അങ്ങനെ അത് എക്സാമ്പിളായിട്ട് വരുന്നത് ഒരു ട്രാഫിക് റോബോട്ടിക് കാറ് എന്ന് പറയുന്ന ഒരു ഏജൻറ്റ് ഒരു റോഡിൽ നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയെന്ന് വെച്ചോ. അത് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ റോഡിലെ മറ്റ് വാഹനങ്ങൾ, ഇപ്പോൾ അതേപോലെ കാലാവസ്ഥ, മനുഷ്യന്മാരുടെ നീക്കോ, ഇവയൊക്കെ നമ്മൾ ഈ കാറിൻ്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഒരു സാധനം അല്ലേ. നമ്മളെ ഏജൻറ്റിൻ്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് എന്ത്, ഈ റോഡിലെ മറ്റ് വാഹനങ്ങളും കാലാവസ്ഥയും മറ്റ് മനുഷ്യരുടെ നീക്കമൊക്കെ നമ്മളെ കാറിൻ്റെ അല്ലെ കാർ എന്ന് പറയുന്ന ഏജൻറ്റിൻ്റെ നിയന്ത്രണത്തിന് പുറത്താണ്. അപ്പം അതുകൊണ്ട് നമ്മളെ കാറ് നിരന്തരം അതിൻ്റെ നീക്കങ്ങൾ പുനർപരിശോധിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇവിടെ എൻവറോൺമെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ട്. അതാണ് ഡൈനാമിക് എൻവറോൺമെൻറ്റ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. സ്റ്റാറ്റിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഐഡിയ ഡൈനാമിക് എൻവറോൺമെൻറ്റ്. എൻവറോൺമെൻറ്റ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് മാറുന്നത്, ആക്ഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ എന്താണ് ഓവർ ടൈം ഇതെന്താണ് നിരന്തരം എൻവറോൺമെൻറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എൻവറോൺമെൻറ്റിലാണ് ഡൈനാമിക് എൻവറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതെല്ലാം നമുക്ക് ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയുന്ന എക്സാമ്പിളാണ്. എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് ഐഡിയ കൃത്യമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് പിന്നീട് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുമായിട്ട് കൃത്യമായിട്ട് അവയെ എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എൻവറോൺമെൻറ്റിലേക്ക് പോവാം. ഡിസ്ക്രീറ്റ് വേഴ്സസ് കണ്ടിന്യൂസ് എൻവറോൺമെൻറ്റ്. അതായത് ഡിസ്ക്രീറ്റ് എൻവറോൺമെൻറ്റും കണ്ടിന്യൂസ് എൻവറോൺമെൻറ്റും. അപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ നോക്കാം. എന്താണ് ഡിസ്ക്രീറ്റ് എൻവറോൺമെൻറ്റ് നോക്കാം. പേര് തന്നെ ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് മീൻസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റ് ആൻഡ് ആക്ഷൻ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം ഫൈനൈറ്റ് എന്നാണ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ, ഫൈനൈറ്റ് മീൻസ് ഈസ് കൗണ്ടബിൾ അല്ലേ. നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഫൈനൈറ്റ് എന്ന് പറയും. അത് 1, 2, 3 എന്നുള്ള എണ്ണത്തിൻ്റെ കണക്കല്ല. 10,000 ആണെങ്കിലും 1,00,000 ആണെങ്കിലും നമുക്കത് എന്താണ്, ഫൈനൈറ്റ് ആണ് അല്ലേ. നമുക്കത് എണ്ണിത്തിട്ടപ്പെടുത്താം. അപ്പം അവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ആക്ഷൻ ഉണ്ടാവുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതെന്താന്ന് നോക്കാം. ഇപ്പോൾ ഡിസ്ക്രീറ്റ് എൻവറോൺമെൻറ്റ് കേസിൽ എൻവറോൺമെൻറ്റിലെ
സാധ്യതയുള്ള അവസ്ഥ, ആ പെർട്ടിക്കുലർ എൻവയോൺമെന്റിൽ സാധ്യതയുള്ള അവസ്ഥ, അതിനെ നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് പറയും അല്ലേ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ, അങ്ങനെയുള്ള സ്റ്റേറ്റ്സുകളുടെയും അതേപോലെ അവിടെയുള്ള പ്രവർത്തനങ്ങൾ, ആ എൻവയോൺമെന്റിലെ ആക്ഷനുകളുടെയും, അവിടെയുള്ള സ്റ്റേറ്റ്സുകളുടെയും ആ എൻവയോൺമെന്റിലെ ആക്ഷനുകളുടെയും എണ്ണം എന്താണ്? ഫൈനൈറ്റ് ആണ്. അപ്പം എന്തൊക്കെയാണ് ഫൈനൈറ്റ് ആവുന്നത്? അവിടെയുള്ള സ്റ്റേറ്റുകളുടെ എണ്ണവും, അതായത് അവിടെയുള്ള സ്ഥിതികളുടെ, അവസ്ഥകളുടെ എണ്ണവും അവിടെയുള്ള ആക്ഷനുകളുടെ എണ്ണവും എന്താണ്? ഫൈനൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അവയുടെ എണ്ണം നമുക്കത് എണ്ണിത്തിട്ടപ്പെടുത്താം. അവ എണ്ണം ഫൈനൈറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ എത്രയുണ്ടെന്ന് നമുക്ക് എണ്ണിയിട്ട് തിട്ടപ്പെടുത്താം. അതുകൊണ്ട് ഓരോ അവസ്ഥയും വ്യക്തമായ രീതിയിൽ നമുക്കിവിടെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ ഡിസ്ക്രീറ്റ് എൻവയോൺമെന്റിൽ കിടക്കുന്ന ഏജന്റിന് പ്ലാനിങ് വളരെ എളുപ്പമായിരിക്കും. കാരണം ഫൈനൈറ്റ് ആണ്. ഇന്ന് ഇത്രയും സ്റ്റേറ്റുകളും ഇത്രയും ആക്ഷൻസുകളേ ഉള്ളൂ എന്നുള്ള കാര്യം അതിന് കൃത്യമായിട്ട് അതിൻ്റെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിന് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറത്തേക്ക് ആക്ഷൻ ഇല്ല. അതൊരു ബൗണ്ടറിക്കുള്ളിൽ ആണ്, ഒരു ഫൈനൈറ്റ്നെസ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇത്രയും കോമ്പിനേഷൻ കൊണ്ട് ഇന്നേ കാര്യങ്ങളെ സംഭവിക്കുന്നതിന് കൃത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ഇവിടെ ഏജന്റിന് അതിൻ്റെ സൊല്യൂഷനിലേക്കുള്ള പ്ലാനിങ് വളരെ എളുപ്പമായിരിക്കും. അപ്പം അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോർഡ് ഗെയിംസ് ആണ് കേട്ടോ. ബോർഡ് ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മളെ വേണമെങ്കിൽ നമ്മൾ ചെസ് ബോർഡ് നമുക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് പറയാം. ബോർഡ് ഗെയിംസിൻ്റെ അകത്ത് വരുന്നൊരു ഗെയിമാണ് ഈ ചെസ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചെസ് ബോർഡ് നമുക്ക് എന്തായിട്ട് പറയാം? ഇവിടെ എക്സാമ്പിളായിട്ട് പറയാം. എങ്ങനെ ചെസ് ബോർഡ് ഡിസ്ക്രീറ്റ് എൻവയോൺമെന്റായി മാറുന്നത്? ചെസ് ബോർഡിലെ സ്ഥിരമായ സ്ഥലങ്ങൾ, അതിൻ്റെ അകത്തുനിന്നുണ്ട്, അതിൻ്റെ അകത്തുള്ള സെല്ലുകൾ എന്താണ്? നമുക്ക് കൃത്യമായിട്ട് അതിലുള്ള സ്ഥലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? എണ്ണിത്തിട്ടപ്പെടുത്താം. അതേപോലെ നീക്കങ്ങളും അതേപോലെ ഇതൊരു നീക്കം എന്ന് പറയുന്നത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താം. ഇതൊക്കെ ഇവിടെ എന്താണ്? നമുക്ക് കൗണ്ടബിൾ ആണ്, അല്ലെ കൗണ്ടബിളി ഫൈനൈറ്റ് ആണെന്ന് പറയും. അപ്പം ചെസ് ബോർഡിലെ സ്ഥിരമായ സ്ഥലങ്ങൾ, നീക്കങ്ങൾ നിശ്ചിതവും എണ്ണം കണക്കാക്കുന്നതും ഒക്കെ നമുക്ക് ഇവിടെ പറ്റും. രണ്ടാമത്തതാണ് ഇതേപോലെ തന്നെ വരുന്ന നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നതാണ് നമ്മളെ ടിക് ടാക് ടോയ് ഗെയിം എന്ന് പറയുന്നത്. ടിക് ടാക് ടോയ് ഗെയിം ഇതെന്ന് പറയുന്നത് ഒരു ടിക് ടാക് ടോയ് ഗെയിം എന്ന് പറയുന്നത് ഒരു 3x3 ഗ്രിഡുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയുള്ള നീക്കങ്ങൾ വളരെ വ്യക്തമായിരിക്കും. അതേപോലെ ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് മൂവ്സുകളെ ഉണ്ടാവുള്ളൂ. ഫൈനൈറ്റ് മീൻസ് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുന്ന തരത്തിലുള്ള മൂവുകളെ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി നേരെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കോൺസെപ്റ്റുള്ള എൻവയോൺമെന്റ്, അത് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് എൻവയോൺമെന്റ് എന്നാണ്. കണ്ടിന്യൂസ് എൻവയോൺമെന്റ്, ഡിസ്ക്രീറ്റ് എൻവയോൺമെന്റ് നേരെ നെഗേഷൻ ഐഡിയാണ് കണ്ടിന്യൂസ് എൻവയോൺമെന്റ് പറയുന്നത്. അപ്പം ഡിസ്ക്രീറ്റിനകത്ത് ഫൈനൈറ്റ് എന്ന് പറയുന്ന വാക്കാണെങ്കിൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇൻഫൈനൈറ്റ് എന്ന് പറയുന്ന വാക്കാണ്. ഡിസ്ക്രീറ്റിനകത്ത് ഫൈനൈറ്റ് എന്ന് പറയുന്ന ടേമാണ് ഓർക്കേണ്ടതെന്ന് പറഞ്ഞു. കണ്ടിന്യൂസിൻ്റെ അകത്ത് നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്ന ടേമാണ് ഓർക്കേണ്ടത്. ഇവിടെ ഇൻഫൈനൈറ്റ് സ്റ്റേറ്റ്സും ഇൻഫൈനൈറ്റ് ആക്ഷൻസും ഉണ്ടാവും. ഓക്കെ. ഇവിടെ എ എന്ന് പറയുന്ന ലെറ്റർ വിട്ടുപോയിരുന്നു കേട്ടോ, ആക്ഷൻസ്. ഓക്കെ. ഇപ്പം എന്താണ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്സ്, അതായത് അവസ്ഥ, അതേപോലെ ആക്ഷൻ, സ്റ്റേറ്റ്സും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുണ്ട് സ്റ്റേറ്റ്സും ആക്ഷനുകളും, ഇവിടെയുള്ള അവസ്ഥകളും അതേപോലെ പ്രവർത്തനങ്ങളും. ഇതെന്താണ്? ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇൻഫൈനൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അഥവാ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺട്രോളിങ് എ ഡ്രോൺസ് ഫ്ലൈറ്റ്. ഡ്രോൺസ് ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ നമുക്ക് എന്താണ് നമ്മളെ റോബോട്ട് നാവിഗേഷൻ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. എങ്ങനെയാണ് അവിടെ ഈ എന്താണ് ഈ റോബോട്ട് നാവിഗേഷൻ അല്ലെങ്കിൽ ഒരു റോബോട്ടിൻ്റെ നാവിഗേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്? നമ്മൾ ഈ റോബോട്ടിനെ നമ്മൾ റിയൽ വേൾഡിൻ്റെ അകത്തേക്ക് ഇറക്കുന്ന സമയത്ത് റിയൽ വേൾഡിലെ ഒരു റോബോട്ടിന്
ഏത് പൊസിഷനും ഏത് ഡയറക്ഷനും എടുക്കാം അല്ലേ. അപ്പം അതുകൊണ്ട് അവിടെയുള്ള ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനും അത് പോവാം, ഏത് സ്റ്റേറ്റിലേക്കും ഏത് അവസ്ഥയിലേക്കും പോവാം. അപ്പം അതുകൊണ്ട് അവിടെയുള്ള സ്റ്റേറ്റ്സിൻ്റെ എണ്ണവും ആക്ഷൻ്റെ എണ്ണവും ഒക്കെ അവിടെ എന്താവാൻ സാധ്യതയുണ്ട്, ഇൻഫൈനൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെ ഈ എന്താണ് ഈ റോബോട്ട് നാവിഗേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് എൻവറോൺമെന്റിന്റെ എക്സാമ്പിൾ ആണ്. അവയുള്ള സ്റ്റേറ്റ്സും ആക്ഷനും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. രണ്ട് എക്സാമ്പിളുകൾ, കൺട്രോളിങ് എ ഡ്രോൺസ് ഫ്ലൈറ്റും രണ്ടാമത്തത് റോബോട്ട് നാവിഗേഷൻ ഇൻ റിയൽ വേൾഡ്. ഇനി അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്തതാണ് എപ്പിസോഡിക് വേഴ്സസ് സീക്വൻഷ്യൽ എൻവറോൺമെന്റ്. അതിൻ്റെ അകത്ത് എന്താണ് എപ്പിസോഡിക് എൻവറോൺമെന്റ് എന്ന് പറയുന്ന ഐഡിയ നോക്കാം. എന്താണ് ഈ എപ്പിസോഡിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈച്ച് ആക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓർക്കുന്ന ടേം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ടേമാണ്. ഓരോ ആക്ഷനും ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ഒരു 1, 2, 3 ആക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ആക്ഷനും രണ്ടാമത്തെ ആക്ഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, രണ്ടാമത്തെ ആക്ഷനും മൂന്നാമത്തെ ആക്ഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓരോ ആക്ഷനും എന്താണ്, ഇൻഡിപെൻഡന്റ്, മറ്റൊരു ആക്ഷനുമായിട്ട് ഡിപ്പെൻഡന്റ് അല്ല. അതായത് ഇവിടെ നമ്മളെ ഏജന്റിന്റെ ആക്ഷനൊക്കെ സെപ്പറേറ്റ് സെൽഫ് കണ്ടെയ്നഡ് എപ്പിസോഡുകളായിട്ട് നമ്മൾ മാറ്റുന്നത്. ഇവിടെ നമ്മളെ ഏജന്റിന് തൻ്റെ ഓരോ ഡിസിഷനെയും ഫ്യൂച്ചർ കോൺസിക്വൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ തന്നെ ഉപയോഗിക്കാം. അതായത് ഒരു ഏജന്റ് എന്താണ്, ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് നടന്നു പോകും, ഒരു റോബോട്ടെ ചിന്തിച്ചു, ഒരു സ്റ്റെപ്പ് അത് മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കാം അത് പരിഗണിക്കാതെ തന്നെ അതിനൊരു ആക്ഷൻ ചെയ്യാം. അതായത് എന്താണ്, ഫ്യൂച്ചറിലെ ആക്ഷനായിട്ടിനെ പറ്റി അത് ബോധേഡല്ല, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് അത് ബോധേഡല്ല. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മളെ ഏജന്റിന് ഇവിടെ തൻ്റെ ഓരോ ഡിസിഷനെയും ഫ്യൂച്ചർ കോൺസിക്വൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഓരോ ആക്ഷനും എന്താണെന്നർത്ഥം, ഇൻഡിപെൻഡന്റ് എന്നർത്ഥം. ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഫ്യൂച്ചർ ആക്ഷൻ ഓർ പ്രീവിയസ് ആക്ഷൻ. ഓരോ ആക്ഷനും ഇൻഡിപെൻഡന്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണ്, അവിടെ ആക്ഷൻസ് ഒക്കെ സെപ്പറേറ്റ് സെൽഫ് കണ്ടെയ്ൻഡ് എപ്പിസോഡ് ആക്കിയിട്ട് നമ്മൾ മാറ്റുക. എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനും മറ്റൊരു ആക്ഷനും തമ്മിൽ എന്തില്ല, ദർ ഈസ് നോ ഡിപ്പെൻഡൻസി. അപ്പം ഓരോ ഏജന്റിന്റെ ഓരോ ഡിസിഷനും ഫ്യൂച്ചർ കോൺസിക്വൻസോ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസോ ഒന്നും കൺസിഡർ ചെയ്യാതെ തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഏജന്റിന് ഇവിടെ പ്രയോഗിക്കാൻ പറ്റും, അതിന് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മളെ ഏജന്റിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിഭജിക്കപ്പെട്ട സ്വതന്ത്രമായ എപ്പിസോഡുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എപ്പിസോഡിക് എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനെ സ്വതന്ത്രമായിട്ട് വിഭജിക്കപ്പെട്ട ആക്ഷനെ നമ്മൾ എന്ത്, ഏജന്റിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏജന്റിങ്ങിന്റെ ആക്ഷനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്, സ്വതന്ത്രമായിട്ടുള്ള എപ്പിസോഡുകളായിട്ട് നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ എപ്പിസോഡിക് എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം ആക്ഷൻസുകൾ എപ്പിസോഡുകളായിരിക്കും അല്ലെ. ആക്ഷൻസുകൾ ഇങ്ങനെ 3 ആക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട്, 1, 2, 3 3 ആക്ഷൻസ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ആക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഫ്രം സെക്കൻഡ് ആക്ഷൻ. രണ്ടാമത്തെ ആക്ഷൻ എന്താണ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് അല്ലേ. ഓരോ ആക്ഷനും ഇൻഡിപെൻഡന്റ് ആണ്. ഒരു ആക്ഷനും മറ്റൊരു ആക്ഷനും തമ്മിൽ ബന്ധമില്ല, ഇതും തമ്മിൽ ബന്ധമില്ല, ഈ ആക്ഷനും ഈ ആക്ഷനും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പം ഓരോ ചെയ്യുന്ന ഓരോ ആക്ഷനും എന്താണ്, കംപ്ലീറ്റ്ലി ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ദേ വിൽ ബി ഇൻ എ സെപ്പറേറ്റഡ് സെൽഫ് കണ്ടെയ്ൻഡ് എപ്പിസോഡ്സ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എപ്പിസോഡിക് എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഏജന്റിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ സ്വതന്ത്രമായ എപ്പിസോഡുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ റിവാർഡ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് പഠിക്കണം. അപ്പം ഇവിടെ കൊടുക്കുന്ന റിവാർഡ് നമ്മൾ ഓരോ എപ്പിസോഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുള്ള ഏജന്റുകൾക്കായിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് എൻവറോൺമെന്റ് അനുയോജ്യം? ഇത് പ്രധാനമായിട്ട് മെമ്മറി
മെമ്മറി കുറവുള്ള ഏജന്റുകൾക്ക് അനുയോജ്യമായ എൻവറോൺമെന്റ് ആണ് എപ്പിസോഡിക് മെമ്മറി അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു പ്രീവിയസ് ആക്ഷനായിട്ട് കണക്ഷൻ ഇല്ല. അപ്പം പ്രീവിയസ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇത് പ്രീവിയസ് ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കണ്ട അല്ലേ. അപ്പം അതുകൊണ്ട് ഇത്തരം എൻവറോൺമെന്റുകൾ മെമ്മറി കുറവുള്ള ഏജന്റുകൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു എൻവറോൺമെന്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എപ്പിസോഡിക് എൻവറോൺമെന്റിന്റെ എക്സാമ്പിളാണ് ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ഇമേജ് പേര് തന്നെയാണ്, ഇമേജിനെ ക്ലാസിഫൈ ചെയ്യാണ്, ഇമേജിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുകയാണ്. ഇമേജിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓരോ ഇമേജിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് റിസൾട്ട് ഒന്നും പരിഗണിക്കാതെയാണ് നമ്മളത് ചെയ്യുന്നത്. പ്രീവിയസ് റിസൾട്ട് ഒന്നും പരിഗണിക്കാതെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഇമേജിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ കളിക്കാറുള്ള എന്താണ് നമ്മുടെ ടെട്രിക് ഗെയിം എന്ന് പറയുന്നത് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ കട്ടയൊക്കെ ഒപ്പിക്കുന്ന ഒരു ഗെയിം ഉണ്ടാവില്ലേ, നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ കളിക്കും. മേലെ നിന്ന് എന്ത് ചെയ്യും, ഒരു പീസ് വരും അല്ലേ, ഒരു പീസ് താഴ്ന്ന് വരും. നമ്മളത് എന്ത് ചെയ്യും, നമ്മുടെ നാവിഗേഷൻ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നീക്കി അടുക്കി വെക്കും അല്ലേ. എന്നിട്ട് ഒരു റോ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് മാഞ്ഞു പോകുന്ന തരത്തിലുള്ള ഗെയിം. അപ്പോൾ ഈ ഗെയിമിൻ്റെ അവസ്ഥ ഇതെങ്ങനെയാണ് ഒരു എപ്പിസോഡിക് എൻവറോൺമെൻ്റായി മാറുന്നത്, ഇങ്ങനെയുള്ള ഗെയിം, ഈ എന്താണ് ടെട്രിക് ഗെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ അകത്തുള്ള ഓരോ റൗണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഏജന്റിന് ഇത് സോൾവ് ചെയ്യുന്ന ഒരു ഏജന്റിന് അടുത്ത റൗണ്ടൊന്നും കൺസിഡർ ചെയ്യണ്ട, അടുത്ത റൗണ്ടൊന്നും കൺസിഡർ ചെയ്യാതെ അതിന് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എപ്പിസോഡിക് എൻവറോൺമെന്റ്. അപ്പോൾ ഓരോ ആക്ഷനും ഇൻഡിപെൻഡന്റ്, അതാണ് ഇവിടെ ഓർക്കേണ്ട വാക്ക്, ഇൻഡിപെൻഡന്റ്. ഈച്ച് ആക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ്. ഇനി നെക്സ്റ്റ് വൺ ആണ് സീക്വൻഷ്യൽ എൻവറോൺമെന്റ്. അപ്പം ഇത് ഇൻഡിപെൻഡന്റ് ആണ്, സ്വാഭാവികമായിട്ടും അറിയാം. ഇതെന്തായിരിക്കും, സീക്വൻഷ്യൽ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലേ. പ്രീവിയസ് ആക്ഷനും അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്, വിൽ ബി ഡിപ്പെൻഡ് ഓൺ പ്രീവിയസ് വൺ അല്ലേ. ഫ്യൂച്ചർ ആക്ഷൻ ഈസ് ഡിപ്പെൻഡ് ഓൺ പ്രീവിയസ് വൺ അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഏജന്റിന്റെ ആക്ഷൻസ് ഫ്യൂച്ചർ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. നമ്മൾ ഭാവിയിൽ എടുക്കാൻ സാധ്യതയുള്ള ഒരു ഡിസിഷനെ, ഒരു തീരുമാനത്തെ നമ്മളെ ഏജന്റിന്റെ ആക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഏജന്റ് ഇപ്പോൾ ഏതൊരു പെർട്ടിക്കുലർ ടൈമിൽ കിടക്കുകയാണ്, ആ ടൈമിൽ ഇരുന്നുകൊണ്ട് ഏജന്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ അത് ഫ്യൂച്ചറിൽ എടുക്കുന്ന ഒരു ആക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഇപ്പോൾ ചെയ്യുന്ന ഒരു നീക്കം പിന്നീട് എന്ത് സംഭവിക്കും എന്നതിനെ നിർണ്ണയിക്കും. ഇപ്പൊ ഏജന്റ് ചെയ്യുന്ന ഒരു നീക്കം പിന്നീട് എന്ത് സംഭവിക്കും എന്നതിനെ നിർണ്ണയിക്കും. അതായത് നമ്മുടെ ഏജന്റിന്റെ എൻവറോൺമെന്റിലെ നിലവിലത്തെ അവസ്ഥ, നിലവിലത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ്. ഒന്നുകൂടെ പറയാം, സീക്വൻഷ്യൽ എൻവറോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻവറോൺമെന്റിലെ നിലവിലത്തെ സ്ഥിതി അല്ലെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് മുൻപ് ഏജന്റ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിരിക്കും. നമ്മൾ സാധാരണ ഇപ്പം ഈ കർമ്മ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കർമ്മ മീൻസ് എന്താണ്, നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന രീതിയിലൊക്കെ നമ്മളിങ്ങനെ കളിയാക്കിയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പം സീക്വൻഷ്യൽ, അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് അതല്ല, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. സീക്വൻഷ്യൽ എൻവറോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ എന്ന് പറയുന്ന വാക്കുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ വേണ്ടി റിലേറ്റ് ചെയ്യാൻ കേട്ടോ. അതായത് നമ്മൾ എന്താണ്, നമ്മുടെ കറണ്ട് എൻവറോൺമെന്റിലെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ്. ഇവിടെ നമ്മൾ ഏജന്റിന് മുമ്പേ കാണാനുള്ളൊരു കഴിവ് നമ്മൾ ഇത്തരം എൻവറോൺമെന്റിൽ ഇടുന്ന ഏജന്റുകൾ പുലർത്തേണ്ടതായിട്ടുള്ളത്. സീക്വൻഷ്യൽ എൻവറോൺമെന്റിൽ ഇടുന്ന ഏജന്റുകൾ മുന്നോടിയായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മുൻപേ കാണാനുള്ള കഴിവ് അത്
പുലർത്തേണ്ടതായിട്ട്. എന്താണ് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഡ്രൈവിംഗ് എ കാർ എന്ന് കൊടുത്തില്ല, ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് കൺസിഡർ ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, അതേപോലെ ചെസ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വീണ്ടും എക്സാമ്പിളായിട്ട് കൊടുക്കാം. അല്ല, ചെസ് പല സ്ഥലത്തും നമുക്ക് എക്സാമ്പിൾ ആക്കാൻ പറ്റും. സീക്വൻഷ്യൽ എൻവറോൺമെന്റ് എക്സാമ്പിൾ ആയിട്ട് ചെസ് എടുക്കുക. എങ്ങനെയാണ് ചെസ് ഒരു സീക്വൻഷ്യൽ എൻവറോൺമെന്റ് എക്സാമ്പിൾ ആയിട്ട് മാറുന്നത്? അതായത് നമ്മളെ കളിയിലെ ഓരോ നീക്കവും കളിയുടെ ഭാവിയെ സ്വാധീനിക്കും. അങ്ങനെ ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ കേസിൽ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ ഓരോ നീക്കവും അല്ലെങ്കിൽ അത് എന്താണ്, സെൽഫ് ഡ്രൈവിംഗ് കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അതൊരു ഒരു തിരിയാണ് അല്ലേ, ഒരു തിരിവ്, ഓരോ തിരിവും അതേപോലെ വേഗത കുറക്കലും ഇത് ഫ്യൂച്ചറിൽ എവിടെ എത്തും എന്നുള്ളതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് സീക്വൻഷ്യൽ എൻവറോൺമെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഓർക്കേണ്ട എന്താണ്? ഫ്യൂച്ചർ ആക്ഷൻ ഡിപ്പെൻഡ് ഓൺ പ്രീവിയസ് വൺ. ഫ്യൂച്ചർ ആക്ഷൻ ഡിപ്പെൻഡ് ഓൺ പ്രീവിയസ് വൺ. കർമ്മ എന്ന് പറയുന്ന വാക്കാണെങ്കിൽ ഓർത്ത് വെച്ചോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എൻവറോൺമെന്റ് ആണ് സിംഗിൾ ഏജന്റ് വേഴ്സസ് മൾട്ടി ഏജന്റ് എൻവറോൺമെന്റ്. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ഒരു എൻവറോൺമെന്റ്, ഈ ഒരു പേരിട്ടിരിക്കുന്നത് ഇസ് ആക്ച്വലി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഏജന്റ്. ഏജന്റിന്റെ എണ്ണം, ഒരു എൻവറോൺമെന്റിലുള്ള ഏജന്റിന്റെ എണ്ണം എത്ര ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സിംഗിൾ ഏജന്റ് വേഴ്സസ് മൾട്ടി ഏജന്റ് എൻവറോൺമെന്റ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പം എന്തായിരിക്കും, പേര് തന്നെയാണ്, വളരെ സിമ്പിളായ കോൺസെപ്റ്റ് ആണ്. സിംഗിൾ ഏജന്റ് എൻവറോൺമെന്റ് എന്ന് പറഞ്ഞായിരിക്കുന്നു ആ എൻവറോൺമെന്റിൽ ഒറ്റ ഏജന്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ കൊടുത്തിട്ടില്ലേ, സിംഗിൾ ഏജന്റ് എൻവറോൺമെന്റ്, ഓൺലി വൺ ഏജന്റ് ഈസ് ഇൻവോൾവ്ഡ്. ഇപ്പൊ ഇവിടെ സിംഗിൾ ഏജന്റ് എൻവറോൺമെന്റിന്റെ കേസിൽ ഒരു ഏജന്റ് മാത്രമാണ് എൻവറോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഏജന്റിന്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാനോ വേറെ ഏജന്റ് ഇല്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സിംഗിൾ ഏജന്റിന്, നമ്മളെ എൻവറോൺമെന്റ് കിടക്കുന്ന ഒരു സിംഗിൾ ഏജന്റിന് ആകെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിന്റെ ആക്ഷൻ എങ്ങനെയാണ് തൻ്റെ എൻവറോൺമെന്റിനെ ബാധിക്കുന്നത് എന്ന കാര്യം മാത്രമാണ്. അപ്പൊ ആ ഒരു കാര്യം മാത്രമേ അതെന്ത് ചെയ്യണ്ടു, ബോധേഡ് ആവേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഡിസിഷൻ മേക്കിംഗ് അത് അവിടെ സിംപ്ലിഫൈ ആണ്. സിംഗിൾ ഏജന്റ് കേസിൽ അതിന് ഡിസിഷൻ മേക്കിംഗ് സിംപ്ലിഫൈ. കാരണം അതെന്തേ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ? ഫോക്കസ് എന്ന് പറയുന്നത് നോക്കണേ, ഫോക്കസ് ഒരു സിംഗിൾ ഏജന്റിനെ സംബന്ധിച്ചുള്ള അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആക്ഷൻ മാത്രം അത് ബോധെടുത്താൽ മതി. അത് ചെയ്യുന്ന ആക്ഷൻ അത് കിടക്കുന്ന എൻവറോൺമെന്റിനെ എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് ബാധിക്കും എന്നുള്ള കാര്യം മാത്രം അത് ബോധെടുത്താൽ മതി. ഇനി ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോളിറ്റയർ എക്സാമ്പിൾ ആണ്. അതേപോലെ നമ്മളെ പസിൽ ഗെയിംസുകൾ എക്സാമ്പിൾ ആയിട്ട് വരും. പസിൽ ഗെയിംസ് എക്സാമ്പിൾ പസിലായിട്ട് വരുന്നത് ഇപ്പം സുഡൂക്കോ ആണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അല്ലെ. ഒരു ഏജന്റ് മാത്രം, ഒരാൾ മാത്രം സോൾവ് ചെയ്യും അല്ലെ. അതേപോലെ ഒരു ഏജന്റ് ഇതാണ് സിംഗിൾ ഏജന്റ്, ഒരൊറ്റ ഏജന്റുകൾ, ഏജന്റ് എണ്ണം ഒന്ന്. ആ ഒരു കാര്യം ആ ഒരു ബേസിസിലാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ കൊടുക്കാം. അതിൻ്റെ അകത്ത് വരുന്ന ഞാൻ ഇപ്പോൾ പറഞ്ഞു സുഡൂക്കോ വരാം. അതേപോലെ എന്താണ് ഒരു പെർട്ടിക്കുലർ ഏജന്റ് എന്താണ് ഡാറ്റ സ്കാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതെന്താണ് ഫയലുകൾ ക്രമീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു റോബോട്ട്, നമ്മൾ ആദ്യം പറഞ്ഞുള്ള റോബോട്ട് എന്താണ് റൂം ക്ലീനിങ് റോബോട്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരൊറ്റ ഏജന്റിന്റെ എണ്ണം ഒന്നാണ്. ഏജന്റിന്റെ എണ്ണം ഒന്നാണെങ്കിൽ ആ അത്ര എൻവറോൺമെന്റിനെ സിംഗിൾ ഏജന്റ് എൻവറോൺമെന്റ് എന്ന് വിളിക്കുക. ഇനി എന്തായിരിക്കും മൾട്ടി ഏജന്റ് എൻവറോൺമെന്റ്? മൾട്ടി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ ഒന്നിൽ കൂടുതൽ എന്നാണ്. മൾട്ടി ഏജന്റ്, മൾട്ടി മീൻസ് മോർ ദാൻ വൺ പ്ലസ് വൺ, ഒന്നിനേക്കാൾ കൂടുതൽ. ഒന്നിന്റെ മുകളിൽ എന്തുണ്ടാവും? ഏജന്റ് ഉണ്ടാവും. ഏജന്റ് എണ്ണം ഒന്നിൽ കൂടുതലാണെങ്കിൽ അത്തരം എൻവറോൺമെന്റ് നമുക്ക് എന്ത് വിളിക്കാം? മൾട്ടി ഏജന്റ് എൻവറോൺമെന്റ് എന്ന് വിളിക്കാം. ഇവിടെ ഒന്നിലധികം ഏജന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മൾട്ടി ഏജന്റ് എൻവറോൺമെന്റിന്റെ കേസിൽ ഒന്നിൽ കൂടുതൽ എൻവറോൺമെന്റുകൾ, ഈ ഒരു ഏജന്റുകൾ ഇവിടെ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഇടപെടുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഏജന്റുകൾ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഏജന്റുകൾ പരസ്പരം എന്ത് ചെയ്യും? ഇടപെടും. അപ്പം ഈ ഏജന്റുകൾ തമ്മിൽ ഇടപെടുന്ന സമയത്ത് ഇവ തമ്മിൽ സഹകരണമാണോ വേണ്ടത് അല്ലെങ്കിൽ ഇവ തമ്മിൽ ഒരു മത്സരമാണോ വേണ്ടത് എന്നത് അവയുടെ ലക്ഷ്യങ്ങളെ ആശ്രിതമാണ്. എക്സാമ്പിൾ ഇപ്പോൾ ഫുട്ബോളൊക്കെ എക്സാമ്പിൾ, അതിലേക്ക് നമുക്ക് വരാം. അപ്പം നമുക്ക് ഒന്ന് ഇതിനെ സിംഗിൾ ഏജന്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം.
ഇതിൻ്റെ അകത്ത് സിംഗിൾ ഏജന്റിന്റെ കേസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊന്നുകൂടെ സങ്കീർണം. സിംഗിൾ ഏജന്റ് ഒറ്റ ഏജന്റേ ഉള്ളൂ അല്ലേ. അപ്പോൾ മൾട്ടി ഏജന്റ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഏജന്റ് ഉണ്ട്. അപ്പം സിംഗിൾ ഏജന്റ് എൻറോൾമെന്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് മൾട്ടി ഏജന്റ് എൻറോൾമെന്റ് എന്ന് പറയുന്നതാണ് കൂടുതൽ സങ്കീർണമാണ്. അപ്പോൾ ഈ സിംഗിൾ ഏജന്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരൊറ്റ ഏജന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഏജന്റിന് അത് ചെയ്യുന്ന ആക്ഷൻ മാത്രമേ എന്ത് ചെയ്യണ്ടൂ, കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പക്ഷെ മൾട്ടി ഏജന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ഏജന്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ഏജന്റിന് മറ്റ് ഏജന്റുകളുടെ ആക്ഷനും ഡിസിഷനും കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര എൻറോൾമെന്റ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, കൂടുതലാണ്. കോംപ്ലക്സിറ്റി ഉണ്ട്, മോർ കോംപ്ലക്സിറ്റി. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ ഏജന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ ഏജന്റിനകത്ത് ഒരു ഏജന്റിന് അത് ചെയ്യുന്ന ആക്ഷൻ മാത്രമേ ബോധർ ചെയ്യേണ്ടുള്ളൂ, അതിൻ്റെ കോൺസിക്വൻസ് മാത്രമേ അത് ബോധർ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ ഇവിടുത്തെ സമയത്ത് ഒന്നിൽ കൂടുതൽ ഏജന്റ് ഉള്ളത് കൊണ്ട് മറ്റ് ഏജന്റുകളുടെ ആക്ഷനും ഡിസിഷനും കൂടെ ഒരു ഏജന്റ് പരിഗണിക്കേണ്ടതായിട്ട് വരും. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, സോസർ സിമുലേഷൻ. നമ്മളെ ഫുട്ബോൾ ഗെയിം, ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. ഫുട്ബോളിൻ്റെ കേസിൽ നമ്മൾ ഓരോ കളിക്കാരനെയും ആ ഫുട്ബോളിൻ്റെ അകത്ത് ആ എൻവയോൺമെന്റിലേക്ക് നമ്മൾ ഇറക്കുന്ന ഓരോ കളിക്കാരനെയും നമ്മൾ ഓരോ ഏജന്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഏജന്റ് അല്ലെങ്കിൽ ഈ കളിക്കാരൻ മറ്റ് കളിക്കാരുമായിട്ട് അവിടെ ഇടപെടുന്നുണ്ട് അല്ലേ, മറ്റ് കളിക്കാരുമായിട്ട് ഇടപെടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഏജന്റ് ചെയ്യുന്ന ആക്ഷൻ അത് സഹകരണമാണോ അല്ലെങ്കിൽ മത്സരമാണോ എന്നുള്ളത് അതിൻ്റെ എയിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പം എങ്ങനെയാത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ കേസിൽ ചില ഏജൻസികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ടീംമേറ്റുമായിട്ട് സഹകരിക്കും അല്ല, ടീംമേറ്റുമായിട്ട് കോപ്പറേറ്റ് ആണ് നമ്മൾ ഫുട്ബോൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പം ചില ഏജന്റുകൾ അവരുടെ സെയിം ടീമാണെങ്കിൽ അവർ ടീംമേറ്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും. അപ്പം അതേപോലെ മറ്റ് ചിലർ ഓപ്പോണന്റ് ടീമാണെങ്കിൽ അവരെന്ത് ചെയ്യും, പരസ്പരം മത്സരിക്കും അല്ലേ. ഇതാ പറഞ്ഞത്, അവർ തമ്മിൽ മത്സരിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഏജന്റുകൾ തമ്മിൽ എന്ത് ചെയ്യാം, സഹകരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ ഏജന്റിന്റെ നീക്കം, ഫുട്ബോളിന്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ ഏജന്റിന്റെ നീക്കം മറ്റ് കളിക്കാരുടെ നീക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു വേണേൽ പറയാം. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള എൻവയോൺമെന്റിന്റെ അകത്ത് ഒരു ഏജന്റിന് ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ തന്ത്രപരമായിട്ടുള്ള സഹകരണങ്ങളും അതേപോലെ തന്നെ എതിരാളികളുടെ നീക്കങ്ങളും പ്രവചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സോസർ ഗെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുട്ബോൾ ഗെയിം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് പറയാം. മൾട്ടിപ്പിൾ ഏജന്റുകൾ ഉണ്ടാവാം. ഇനി വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. മൾട്ടി ഏജന്റിന്റെ മറ്റൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെടുക്കാം, നമ്മളെ ഈ ട്രാഫിക് മാനേജ്മെന്റ് ഒക്കെ എടുക്കാം. ഇപ്പോൾ എങ്ങനെയാണ് ട്രാഫിക് മാനേജ്മെന്റ് കേസിൽ വരുന്നത്, ഇപ്പോൾ അവിടെ എന്താണ് ഓട്ടോണമസ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാവും. ഓട്ടോണമസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ സ്വയം വർക്ക് ചെയ്യുന്ന എന്താണ് കുറേ ഏജന്റ് ഓഫ് വെഹിക്കിൾസ് എന്ന് വെച്ചാൽ ഓരോ ഓട്ടോണമസ് വെഹിക്കിളും ഓരോ ഏജന്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പം എല്ലാം എന്താണ് ഓട്ടോണമസ് വെഹിക്കിളുകളാണ് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ഓട്ടോണമസ് വെഹിക്കിൾ സ്വതന്ത്രപരവും അതേപോലെ പരസ്പരം ആശ്രിതമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും നടക്കുന്നുണ്ടാവുക. ഒരു വാഹനം മുന്നോട്ട് ഒരു ട്രാഫിക് ബ്ലോക്കിലാണ് അല്ലെങ്കിൽ ഒരു വാഹനം എന്താണ് മറ്റേ വാഹനത്തെ എതിർ വാഹനമാണെങ്കിൽ മുന്നിലത്തെ വാഹനമായിട്ട് ഇടിക്കരുത് അല്ലേ. അപ്പോൾ ഇവ തമ്മിലൊരു ഗ്യാപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഈ വാഹനം ഈ ഒന്നാമത്തെ ഏജന്റ് ഇതും ഇത് രണ്ടാമത്തെ ഏജന്റും ആണെങ്കിൽ ഒന്നാമത്തെ ഏജന്റ് ബ്ലോക്കിൽ എന്താണ് രണ്ടാമത്തെ ഏജന്റിന്റെ പുറത്ത് കിടക്കുകയാണ്. ഇവ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഇതിന്റെ നീക്കം, ഒന്നാമത്തെ ഏജന്റ് നീക്കം പിന്നീട് അത് നീങ്ങണമെങ്കിൽ രണ്ടാമത്തെ ഏജന്റ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നീങ്ങണം. അപ്പം മാത്രമേ ഇത് മുന്നോട്ടേക്ക് നീങ്ങുള്ളൂ. അപ്പം ഇവിടെ ചെയ്യുന്ന കാര്യം, നമ്മൾ ഓരോ വാഹനത്തിൽ നമ്മൾ ഓരോ ഏജന്റായിട്ട് കാണുകയാണെങ്കിൽ ഓരോ വാഹനവും മറ്റ് വാഹനങ്ങളുടെ വേഗത, അവയുടെ സ്ഥാനം, അവയുടെ ഇടപെടലുകൾ ഇവയൊക്കെ പരിഗണിച്ചിട്ടാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് ഓരോ ഏജന്റും ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റ് ഏജന്റുകളുടെ മൂവ്മെന്റുകൾ, മറ്റ് ഏജന്റുകളായിട്ട് അതിൻ്റെ ആക്ഷനുകളായിട്ടൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഓരോ ഏജന്റും ഇവിടെ ആക്ഷനുകൾ എടുക്കുന്നുണ്ടാവുക. അപ്പം
ഈ ട്രാഫിക്കിൻ്റെ അകത്തിൽ ഓട്ടോണോമസ് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ മൾട്ടി ഏജന്റ് എൻവയോൺമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് അവസാനത്തെ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആണ് നോൺ എൻവയോൺമെന്റ്, അതേപോലെ അൺനോൺ എൻവയോൺമെന്റ്. നോൺ എൻവയോൺമെന്റ് വേഴ്സസ് അൺനോൺ എൻവയോൺമെന്റ്. ഇതിൻ്റെ അകത്ത് എന്താണ് നോൺ എൻവയോൺമെന്റ് നോക്കാം. പേര് തന്നെ നോൺ. നോൺ മീൻസ് എന്താണ്? അറിയാവുന്ന, അല്ലെ? എന്താ അറിയാവുന്ന നോക്കാം. ദ ഏജന്റ് ഹാസ് കംപ്ലീറ്റ് നോളജ് ഓഫ് ദി എൻവയോൺമെന്റ് ഡൈനാമിക്സ്. ഏജന്റിന് അതിൻ്റെ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏജന്റിന് തൻ്റെ പരിസ്ഥിതിയിൽ അത് കിടക്കുന്ന എൻവയോൺമെന്റിലെ എല്ലാ റൂൾസുകളും അതേപോലെ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടാവും. അതായത് ആ അറിവ് എന്ന് പറയുന്നത് തൻ്റെ ആക്ഷൻ എങ്ങനെ എൻവയോൺമെന്റിലെ സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നതുൾപ്പെടെയുള്ള അറിവ് അതിനുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഏജന്റിന് തൻ്റെ പരിസ്ഥിതിയും എല്ലാ റൂൾസും കാര്യങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടാവും. പൂർണ്ണമായിട്ട് അറിവിൻ്റെ അകത്ത് എന്തും വരുന്നുണ്ട്? ഒരു പെർട്ടിക്കുലർ ഏജന്റ് ചെയ്യുന്ന ആക്ഷൻ എങ്ങനെ എൻവയോൺമെന്റിന്റെ സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നത് കൂടെ ആർക്കറിയാം? ഏജന്റിന് അറിയാം. അതായത് കംപ്ലീറ്റ് നോളജ്. ഏജന്റ് ഹാസ് കംപ്ലീറ്റ് നോളജ് ഓഫ് എൻവയോൺമെന്റ്സ് ഡൈനാമിക്സ്. ഇവിടെ ഒരു ഏജന്റിന് കംപ്ലീറ്റ് നോളജ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രീ ഡിഫൈൻഡ് സ്ട്രാറ്റജീസ് അതിനിവിടെ ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നോൺ എൻവയോൺമെന്റ് ആണെങ്കിൽ ആ ഏജന്റിന് അതിൻ്റെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പ്ലോർ ചെയ്യാൻ എന്തിനായിരിക്കും? ലേൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എക്സ്പ്ലോറും ലേണിംഗ് ഒന്നും ഇവിടെ ആവശ്യമില്ല. കാരണം എന്താണ്? അതിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ പ്രീ ഡിഫൈൻഡ്. കംപ്ലീറ്റ് നോളജ് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് സ്ട്രാറ്റജി ഓൾറെഡി പ്രീ ഡിഫൈൻഡ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. അപ്പോൾ ആ പ്രീ ഡിഫൈൻഡ് സ്ട്രാറ്റജി അതിന് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് ആ ഏജന്റ് എക്സ്പ്ലോർ ചെയ്യാനും ലേൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം അവിടെ നിലനിൽക്കുന്നില്ല. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ ചെസ് ഇവിടെയും എടുക്കാം. എങ്ങനെ ചെസ് ഇവിടെ എക്സാമ്പിളായിട്ട് മാറുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ റൂൾസ് ആൻഡ് പോസിബിൾ മൂവ്സ് ആർ കംപ്ലീറ്റ്ലി നോൺ ടു ദി ഏജന്റ്. ചെസ്സിലെ എല്ലാ റൂൾസും അതേപോലെ തന്നെ പോസിബിൾ മൂവ്സും ഒക്കെ ഏജന്റിന് എന്ത് ചെയ്യും? അറിയാം. സ്ട്രാറ്റജീസ് പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് പ്രീ ഡിറ്റർമൈൻഡ്. ഇനി എന്തായിരിക്കും അൺനോൺ എൻവയോൺമെന്റ്? നേരെ നെഗേഷൻ. നോൺ എൻവയോൺമെന്റ് നേരെ നെഗേഷൻ ആണ് അൺനോൺ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏജന്റ് lacks full knowledge of environment structure and must explore and learn how it works over time. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നോൺ എൻവയോൺമെന്റിന്റെ അകത്ത്, നോണിന്റെ കേസാണ്, നോണിന്റെ അകത്ത് എക്സ്പ്ലോറേഷനും ലേണിങ്ങും വേണ്ട. കാരണം പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്? എക്സ്പ്ലോറേഷന് ആവശ്യമുണ്ട്. കാരണം ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഏജന്റിനെ സംബന്ധിച്ചോളം എന്താണ്? അൺനോൺ ആണ്. അതായത് ഏജന്റിന് എന്തുണ്ട്? അതിനെക്കുറിച്ചുള്ള ഇത് കിടക്കുന്ന ഏജന്റിന് എൻവയോൺമെന്റിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് എവിടെ ഇല്ല? നോൺ എൻവയോൺമെന്റ് അകത്തില്ല. അൺനോൺ എൻവയോൺമെന്റ് എന്ന പേര്. അപ്പം ഏജന്റിന് അതിൻ്റെ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ട് അറിവ് ഇവിടെ ഇല്ല. അപ്പം അതെങ്ങനെയാണ് അറിവുണ്ടാക്കിയെടുക്കുക? പിന്നെ ഏജന്റ് ഇവിടെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പഠിക്കുന്നുണ്ടായിട്ട് വരും. ഇവിടെ എന്ത് വേണം? എക്സ്പ്ലോറേഷൻ ആൻഡ് ലേണിംഗ് വേണ്ട ഒരു സാഹചര്യമാണ് അൺനോൺ എൻവയോൺമെന്റിൽ ഉള്ളത്. അൺനോൺ എൻവയോൺമെന്റിൽ എന്ത് വേണം? എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോറേഷൻ വേണം. അത് ഇറ്റ് വിൽ ലീഡ്സ് ടു ലേണിംഗ്. അപ്പം എക്സ്പ്ലോറേഷനും ലേണിങ്ങും നടക്കുന്നൊരു ഏരിയ ആണ് അൺനോൺ എൻവയോൺമെന്റ്. എക്സ്പ്ലോറേഷനും ലേണിങ്ങും നടക്കാത്ത എൻവയോൺമെന്റ് ആണ് നോൺ എൻവയോൺമെന്റ് എന്ന് പറയും. അൺനോൺ എൻവയോൺമെന്റ് അകത്ത് വന്നു കഴിഞ്ഞാൽ അൺനോൺ എൻവയോൺമെന്റ് അകത്ത് ഒരു ഏജന്റ് ചെയ്യുന്ന ആക്ഷൻ അതിൻ്റെ ഏജന്റിന്റെ എൻവയോൺമെന്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നത് മനസ്സിലാക്കണമെങ്കിൽ, ഒരു ഏജന്റിന് അത് ചെയ്യുന്ന ആക്ഷൻ തൻ്റെ എൻവയോൺമെന്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നതിന് മനസ്സിലാക്കണമെങ്കിൽ, അൺനോൺ ആണല്ലേ, അതിൻ്റെ എൻവയോൺമെന്റിനെ കുറിച്ച് അത് അൺനോൺ ആണ്. അപ്പം എങ്ങനെ അത് മനസ്സിലാക്കുക? അത് ചെയ്യുന്ന ആക്ഷൻ എങ്ങനെയാണ് എൻവയോൺമെന്റിനെ ബാധിക്കുക എന്നുള്ളത്? അതിൻ്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി
ബേസിക്കലി ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതിന് എന്ത് ചെയ്യാം, അതിന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അതിൻ്റെ ആക്ഷൻ എൻവയോൺമെൻറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആക്ഷൻ എൻവയോൺമെൻറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. കാരണം എൻവയോൺമെൻറ്റ് ടൈപ്പ് എന്താണ്, എൻവയോൺമെൻറ്റ് നാച്ചർ എന്താണ്, അൺനോൺ ടു ദി ഏജൻറ്റ്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ അതിൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെയാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിക്കേണ്ടി വന്നേക്കാം ഇവിടെ ഈ അൺനോൺ എൻവയോൺമെൻറ്റ് അകത്ത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാർസ് റോവർ. നമ്മൾ മാർസ് റോവറിനെ കുറിച്ചൊക്കെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. മാർസ് റോവർ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഒരു അൺനോൺ എൻവയോൺമെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ റോവർ അതിൻ്റെ അല്ലെങ്കിൽ റോവർ തൻ്റെ ടെറൈൻ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമാണ് അതിന് അൺനോൺ ഒബ്സ്റ്റക്കിൾസും കണ്ടീഷൻസും ഒക്കെ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കൊടുത്തിരുന്നത് റോവർ മസ്റ്റ് എക്സ്പ്ലോർ ദി ടെറൈൻ ആൻഡ് ലേൺ അബൌട്ട് അൺനോൺ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പം ഇവിടെ എക്സ്പ്ലോറേഷൻ്റെ ആവശ്യം എവിടെ ഉണ്ട്, അൺനോൺ എൻവയോൺമെൻറ്റ് അകത്ത്. അപ്പോൾ എക്സ്പ്ലോറേഷനും ലേണിങ്ങും സംഭവിക്കുന്ന എൻവയോൺമെൻ്റ് ആണ് ആക്ച്വലി അൺനോൺ എൻവയോൺമെൻറ്റ്. ഇവിടെ എന്തില്ല, നോൺ എൻവയോൺമെൻ്റ് അകത്ത് എക്സ്പ്ലോറേഷനും ലേണിങ്ങും ഇല്ല. കാരണം അതിന് കൃത്യമായിട്ടുള്ള എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ആർക്കുണ്ട്, ഏജൻറ്റിനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. ഇത്രയും ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റും ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത്? എന്തിനാണ് ഈ ഇത്രയും ടൈപ്സ് ഓഫ് എൻവയോൺമെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചത്? അതിൻ്റെ അകത്ത് എന്തിനാണ് ഇത്രയും എൻവയോൺമെൻറ്റ് പഠിച്ചതെന്ന് പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യകത എന്ന് പറയുന്നത്, ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഒരു ഏജൻറ്റിന് ഒരു എഫക്റ്റീവ് AI സിസ്റ്റം നമ്മൾ എഫക്റ്റീവായിട്ടുള്ള AI സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് മോഡലിന് ഒരു AI സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാനുള്ള റൈറ്റ് മോഡലിനെ അല്ലെങ്കിൽ റൈറ്റ് ടെക്നിക്സിനെ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള എൻവയോൺമെൻറ്റ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ടൈപ്സുകൾ പറഞ്ഞു പോയിട്ടുള്ളത്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.